ഹായ്, വീഡിയോ കണ്ട ശിവനെ ആരെന്ന് പിടികിട്ടിയാ? നമ്മുടെ നിക്കർ സെറ്റിയാ. ഇനി ഇവളെ അങ്ങനെ കളിയാക്കരുത് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ, അടിപൊളി. എന്താ ഐശ്വര്യം നോക്ക്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ചാൻസേ ഇല്ല, സൂപ്പർ. സത്യത്തിൽ ഈ പെൺകുട്ടിക്ക് എന്തിൻ്റെ കേടാണോ എന്തോ എനിക്കറിയില്ല. ചിലര് ബോൾഡ് ആകാൻ വേണ്ടിയിട്ട് ഈ ആൺവേഷം കെട്ടിക്കൊണ്ട് നടക്കും. അപ്പം ആൺവേഷം കിട്ടുന്നൊരു കുറ്റമാണോന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല, നല്ല കാര്യമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആൺവേഷം കെട്ടി നടന്നാൽ ആണാകാം എന്നൊരു തോന്നലുണ്ട്. അതേപോലെ ഇപ്പോൾ ലെസ്ബിയൻ കപ്പിളിലൊക്കെ ചില പെൺകുട്ടികൾ കാണിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഇഷ്യൂ ഈ പെൺകൊച്ചിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് LGBT കമ്മ്യൂണിറ്റിയിലേക്ക് പോയി ചേരേണ്ട കുട്ടിയൊന്നും അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ ചില ആറ്റിറ്റ്യൂഡൊക്കെ അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനം തന്നെയായിരുന്നു. പക്ഷെ ആളിന് രണ്ട് വിഭാഗത്തിനോടും ക്രഷ് ഉണ്ട് എന്ന് പറയുന്നിടത്ത് സംതിങ് പിശി അത് ഫീൽ ചെയ്തതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ ഇത് കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു ആളല്ലേ, നല്ലത് ചെയ്താലും പറയണ്ടായോ. എന്തായാലും ഈ ഒരു കാര്യം റസ്മിനെ കാണുന്നുണ്ടെങ്കിൽ കേട്ടോ, കിഡു ലുക്ക, നല്ല ഭംഗിയാ, നല്ല സൂപ്പർ കൊച്ച. എന്ത് ചെയ്യാൻ പറ്റും. അത് വേറൊരു കാര്യമുണ്ട്, മുല്ലപ്പൂമ്പടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ട സൗരഭ്യമൊന്നും. ഇവള് വിചാരിച്ച് ഇവളുടെ കൂടെ ചേർന്നില്ല അവള് നിക്കറിട്ടുണ്ട് വരുമെന്ന്. പക്ഷെ അവളെ കൂടെ ചേർന്നപ്പോൾ ഇവള് നിക്കറെല്ലാം ഊരി കളഞ്ഞിട്ട് ഇതാ പാവാടയും ബ്ലൗസ് ഇട്ടിട്ട് ഇറങ്ങി ഒരുങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട്. അതാണ് നല്ല കൂട്ടുകെട്ടാണ് അത് എന്നുള്ളതിന്റെ തെളിവും കൂടിയാണ് ഇത്. കാര്യം ഞാൻ ഇവരെ കളിയാക്കുമെങ്കിലും എനിക്കിതങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് വയ്ക്കുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? കാണാൻ നല്ല ചന്തല്ലേ? ചന്തയുള്ള മൊഞ്ചത്തെ കുട്ടിയാണ്. വീട്ടിലൊരു അവസ്ഥയിൽ പുറത്തേക്കൊക്കെ പോകാനുള്ള ധൈര്യം കൊടുക്കാൻ വേണ്ടി അമ്മ കുറച്ച് ഫ്രീഡം കൊടുത്തിരുന്നു. ആ ഫ്രീഡത്തിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരത്തി പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ജെൻസ് ഇടുന്ന ഡ്രസ്സാണ്. അതേപോലെ തന്നെ അവർ ഇതുപോലുള്ള എന്താ പറയണേ കൊളാബ്സ് ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. കൊളാബ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ട വേഷങ്ങൾ മറ്റതാണ് എന്ന് പറഞ്ഞാൽ ആരോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഈ വേഷത്തിനും ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്ന്. അപ്പോൾ പുള്ളിക്ക് ഇൻകം സോഴ്സാണ് ഉദ്ദേശമെങ്കിൽ ഇങ്ങനെ തന്നെ വരണം. മലയാളികളെ പറ്റിക്കാൻ വലിയ എളുപ്പമാണ്. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ആളുകൾ പറ്റിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത് സ്വാഭാവികം. നല്ല കാര്യം, പറ്റിക്കാൻ പോയി നിന്നു കൊടുത്തിട്ടല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാറ്റമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനകത്തോട്ടൊന്നും യോജിപ്പില്ല. അന്ന് നമ്മൾ വ്യക്തമായി കണ്ടതാണ് പുള്ളിക്കാരത്തിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു എന്നും പുള്ളിക്കാരത്തി ഏതൊക്കെ രീതിയിലാണ് ആരൊക്കെയായിട്ടാണ് അട്രാക്ഷൻ ആയതെന്നും എന്തൊക്കെയാണ് പുള്ളിയുടെ അട്രാക്ഷൻ എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിലേക്ക് അതൊരു വലിയ ബൃഹത്തായ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ആ സബ്ജക്റ്റ് നമ്മളിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ഡ്രസ്സിൽ കിട്ടു ലുക്കാണ്, സൂപ്പർ ലുക്കാണ്, നല്ല മഞ്ചത്തി കുട്ടിയാണ്, തർക്കമേ ഇല്ല. അതൊന്ന് പറയുന്നതിന് കുഴപ്പമുണ്ടോ? അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 പാർട്ടിസിപ്പേറ്റ് ചെയ്ത നിക്കർ ചേച്ചി എന്ന് നമ്മൾ കളിയാക്കി വിളിക്കുന്ന റസ്മിൻ കുട്ടിയുടെ പുതിയ ഒരു കൊലാബ് വീഡിയോ ആണിത്. സൂപ്പറാണ്. ആണെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിലും കമന്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.